നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര അപാരമായ കോൺഫിഡൻസോടുകൂടി ക്യാമ്പയിൻ ചെയ്ത ഒരു കക്ഷിയുള്ളൂ. അതാരാണെന്നറിയാമോ? അത് നമ്മുടെ പുതുപ്പള്ളിയിലെ ചാണ്ടിയുമ്മനാണ്. കോൺഫിഡൻസ് എന്ന് പറയാനൊരു കാര്യമുണ്ട്. കൂടുതൽ സമയവും സ്വന്തം മണ്ഡലത്തിൽ പല സ്ഥാനാർത്ഥികളും ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ സൈക്കിളും ചുറ്റി തൊട്ടപ്പുറത്തുള്ള മണ്ഡലങ്ങളിൽ പോയി പ്രചരണം നടത്തി. അതും കൊട്ടിക്കലാശത്തിൻ്റെ അവസാന ദിവസം കൊട്ടിക്കലാശം പോലും ഒഴിവാക്കി ഒരു കറുത്ത ഷട്ടൊക്കെ ഇട്ട് സൈക്കിളും ചുറ്റി ഇവിടെ ചാലക്കുടിയിൽ നിന്ന് അമ്പലപ്പുഴ ആലപ്പുഴ വരെ സൈക്കിൾ ചവിട്ടിപ്പോയ കക്ഷിയാണ്. അപ്പോൾ നമുക്കൊപ്പം ചാണ്ടിയുമ്മനുണ്ട്. പുതുപ്പള്ളിയിൽ നിന്ന് ചാണ്ടിയുമ്മൻ തെരഞ്ഞെടുപ്പിൽ പോസ്റ്ററും ഫ്ലെക്സും ഒക്കെ ഒഴിവാക്കിയാണ് വേറിട്ട് നിൽക്കുന്നത്. നമുക്കൊപ്പം ചാണ്ടിയുമ്മൻ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീ ചാണ്ടിയുമ്മൻ. രാവിലെ എഴുന്നേറ്റ് വന്നാ ക്ഷീണമൊക്കെ ഉണ്ടോ? ഗുഡ് മോർണിംഗ്. അതുപോലെ ഞാൻ രാവിലെ 7:30 തൊട്ട് ഒരു 9, നിങ്ങളുടെ ടീം വരുന്നതുകൊണ്ട് മാത്രം 9 മണിക്ക് ഞാൻ എൻ്റെ നന്ദി പറഞ്ഞു തുടങ്ങിയായിരുന്നു. അപ്പം 7:30 പോയി ഞാനിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ഓ ശരി. ഈ തെരഞ്ഞെടുപ്പിലെ മൊത്തത്തിൽ ചാണ്ടിയുമ്മൻ ആസ്വദിച്ചത് എന്താ ശരിക്കും? അല്ല, നമ്മുടെ ക്യാമ്പയിൻ എല്ലാ ഇലക്ഷനും എനിക്ക് വളരെ സന്തോഷം നൽകുന്നത്. കാരണം ഏറ്റവും കൂടുതൽ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന സമയം അതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ജനങ്ങളോടൊപ്പം ആവാനും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് റിക്കപ്പ് ചെയ്യാനും ഒക്കെ പറ്റുന്ന സമയമാണ്. ശരിക്കും പറഞ്ഞ ഒരു വ്രതം പോലെയുള്ളൊരു സമയം അല്ലേ? നോമ്പ് പിടിക്കുന്ന പോലെ. തീർച്ചയായിട്ടും ഒരു നോമ്പ് പിടിക്കുന്നത് തന്നെ. ഓക്കെ. ഈ ചാണ്ടിയുമ്മൻ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തെ പോസ്റ്ററുകളോ ഫ്ലെക്സുകളോ ഒന്നും അധികം ചാണ്ടിയുമ്മൻ്റെ കണ്ടില്ല. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. കൊട്ടിക്കലാശം ഇല്ല, അതിൻ്റെയൊക്കെ ചിലവ് എടുത്ത് ഒരു വീട് വെച്ച് കൊടുക്കാം എന്നുള്ളതാണ് അങ്ങ് തീരുമാനിച്ചിരിക്കുന്നതായിട്ട് അറിഞ്ഞു. ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടി? ശരിക്കും പറഞ്ഞാൽ ആ ഐഡിയ എല്ലാവരും പോസിറ്റീവായിട്ട് കാണേണ്ടതാണ്. അങ്ങനെ എല്ലാവരും ശ്രമിച്ചാൽ ഒരു പരിധിവരെ നന്നുവും. അതിനിടയിൽ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് ചാണ്ടിയുമ്മന് ശക്തരായ എതിരാളി ഇല്ലാത്തത് കൊണ്ട് ചെയ്തതല്ലേ എന്ന്. യഥാർത്ഥത്തിൽ അതല്ലേ കാരണം? അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫ്ലെക്സിലും പോസ്റ്ററും ഞാൻ ആവശ്യത്തിനധികം ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പായപ്പോൾ ഞാൻ ഇതൊരു യുദ്ധമായി മാറുക. ഇപ്പം എൻ്റെ പേരിലൊരു യുദ്ധം വേണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചതാണ്. തീർച്ചയായിട്ടും ഒരു കോമ്പറ്റീഷൻ അങ്ങ് അവിടെ ഒന്ന് കുറയ്ക്കുക. നമ്മുടെ ഐഡിയോളജിക്കലായിട്ട് കോമ്പറ്റീഷൻ ഒക്കെ, നമ്മുടെ ആശയം പ്രചരിപ്പിക്കുന്നതൊക്കെ, പിന്നെ ഈ ഫ്ലെക്സിൻ്റെ പേരിൽ വഴക്ക്, പോസ്റ്ററിൻ്റെ പേരിൽ വഴക്ക്, അങ്ങനെയുള്ള അതുകൊണ്ടാണ് കൊട്ടിക്കലാശം ഒഴിവാക്കിയ ഒരു കാരണം ഇത് തമ്മിലുള്ള സ്പർദ്ധ, എൻ്റെ പേരിലൊരു സ്പർദ്ധ ഉണ്ടാവണ്ടായെന്ന് തീരുമാനിച്ചു. അപ്പം ഞാൻ പറഞ്ഞ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും അത് ഒഴിവാക്കിയതാണ് എനിക്ക് തോന്നുന്നു. അതിനുശേഷം CPM BJP ആക്രമിച്ചു. ഇവിടെ ഞങ്ങളുടെ മണ്ഡലത്തിൽ BJP ആക്രമിച്ചു. അവിടെ തർക്കമുണ്ടായി, വഴക്കായി. ഇന്നലെ രാത്രി വീണ്ടും ആക്രമിച്ചിരിക്കുക. അപ്പം ഇവിടെ ഈ കൊട്ടിക്കലാശം ഫൈനലി ഒരു അക്രമത്തിലാണ് കലാശിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ തീരുമാനം ശരിയാണെന്നുള്ളത് വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുക. ഈ കൊട്ടിക്കലാശം വേണ്ടെന്ന് വെച്ചപ്പോഴേ പ്രവർത്തകരൊക്കെ പറഞ്ഞില്ലേ, അണ്ണാ അത് വേണോ, കൊട്ടിക്കലാശമൊക്കെ ഒരു ആവേശത്തിൻ്റെ ഒരു സമയമല്ലേ എന്ന് പറഞ്ഞില്ലേ? ഫ്ലെക്സും പോസ്റ്ററും വേണ്ടാന്ന് വെച്ചപ്പോൾ ചെറിയൊരു ഇതുണ്ടെങ്കിൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി, എൻ്റെ സാഹചര്യം മനസ്സിലാക്കി, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം 48 വീട് ചെയ്തു, ഇനിയും വീടുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. 200ഓളം വീടുകളാണ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള അവർ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിൽ അവരെത്തിയത്. അവരും വളരെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെയാണ് ഞാൻ തീരുമാനമെടുത്തത്. ഒരാളും എതിർപ്പ് പറഞ്ഞില്ല. കാരണം പൊതുസമൂഹം ഇതിനെ അംഗീകരിക്കുന്നു എന്നുള്ള തെളിവ്. കാരണം പൊതുസമൂഹത്തിന്റെ വ്യൂ ആണ് പ്രവർത്തകരുടെ വ്യൂ. ആ പ്രവർത്തകർ എന്നോട് പറഞ്ഞത് പൊതുസമൂഹം നന്നായിട്ട് എടുത്തു, അതാണ് ഞങ്ങൾക്ക് സ്വീകാര്യം എന്ന് പറഞ്ഞു. ഈ ചാണ്ടിയുമ്മൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോഴേ കുറച്ച് വോട്ടൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. ഒരു 5000 വോട്ട് ചിലപ്പോൾ ഇത് കാരണം കൊണ്ട് നഷ്ടപ്പെട്ടാലോ? ഇല്ല, എനിക്ക് ഫ്ലെക്സും പോസ്റ്ററും കാരണം വോട്ട് നഷ്ടപ്പെടുകയില്ല. പക്ഷെ വോട്ട് നഷ്ടപ്പെടും. എങ്ങനെയാന്ന് വെച്ചാൽ SIR കാരണം 10-10000 വോട്ട് എന്തായാലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് ഞാൻ ഇന്നലെ ഫീൽഡ് ചെയ്ത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പലരും എൻ്റെ അടുത്ത് വന്ന് വോട്ട് തരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മോനെ, ഞങ്ങളുടെ ബൂത്തിൽ ചെന്നപ്പോൾ വോട്ടില്ല, വേറൊരാളുടെ ബൂത്തിൽ ചെന്നപ്പോൾ ഒരേ പേരുകാരൻ്റെ പേര് മാറ്റി, അങ്ങനെ ഒത്തിരി വോട്ടുകൾ എനിക്ക് നഷ്ടപ്പെട്ട ഒരു ദിവസമാണ്. വളരെ ദുഃഖമുണ്ട്. ഇൻക്ലൂസീവ് പ്രോസസ്സായിട്ട് ഇലക്ഷൻ കമ്മീഷനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇൻക്ലൂസീവ് പ്രോസസ്സായിട്ട് നിങ്ങൾ ഈ പ്രോസസ്സിൽ നടത്തണം. SIR-നെ എക്സ്ക്ലൂസീവ് പ്രോസസ് അല്ല. കാരണം ഇന്ത്യയിലെ ജനങ്ങളാണ്, ഇന്ത്യയിലെ പൗരന്മാരാണ്. അവരുടെ അവകാശത്തെ ഹനിക്കുന്ന രീതിയിൽ ഒരു പ്രോസസ്സ് നടത്തരുത്. ഞാൻ തുടക്കം തൊട്ട് ഇതിനെതിരെ നിന്നൊരു വ്യക്തിയാണ് ഈ തരത്തിൽ കൊണ്ടുവന്നത്. ഞാൻ സുപ്രീം കോടതി വരെ പോയ ഒരാളാണ്. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല എന്നുള്ളത് ഇന്നലത്തെ ദിവസം തെളിയിച്ചൊരു ദിവസം. ഈ SIR ഒരു ആ അർത്ഥത്തിൽ ഭൂരിപക്ഷം കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇലക്ഷൻ കമ്മീഷന്റെ SIR പരിഷ്കരണം ഭൂരിപക്ഷം കുറയ്ക്കും സാഹചര്യമുണ്ട്. ഞാൻ തുടക്കം തൊട്ട് പറയുന്നൊരു കാര്യമാണ്, ഒത്തിരിയേറെ പേർക്ക് വോട്ട് നഷ്ടപ്പെട്ടിരിക്കുക, ഒത്തിരിയേറെ പേർക്ക്. അത് വളരെ, എൻ്റെ ഭൂരിപക്ഷം കുറയോ കൂടുവോ ഒന്നും അല്ല പ്രശ്നം. ഇവിടെ ജനങ്ങളുടെ അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത്രയും ഹേസ്റ്റിൽ
ഒരു പരിപാടി ചെയ്യാൻ എങ്ങനെ സാധിച്ചു എന്ന് എനിക്കറിയത്തില്ല. പലയിടത്തും BLOമാരുടെ മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷെ അവരുടെ കുഴപ്പമല്ല. അവര് പലതവണ പല നിയമങ്ങളാണ് അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, എന്തായാലും മത്സരിച്ച് വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ 100% കോൺഫിഡൻസ് ഉണ്ടല്ലോ അല്ലേ? അട്ടിമറിയൊന്നുമില്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും ജനങ്ങൾ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ ഇതിനകത്ത് ഇങ്ങനൊരു സാഹചര്യമുണ്ട്, 10,000 പേർക്കെങ്കിലും വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊരു ചെറിയ കണക്കല്ല, അത് യഥാർത്ഥത്തിൽ ശക്തമായി നമ്മൾ പുറത്തുന്നയിക്കേണ്ട വിഷയമാണ്. മാത്രമല്ല പോസ്റ്റൽ ബാലറ്റ് 10-23,000 ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതെല്ലാം ഇഷ്യൂസ് അല്ലേ, ഇതെല്ലാം ഓരോ സമയത്ത് ഓരോ റൂളാണ് പറയുന്നത്. എന്നെ ഈ പോസ്റ്റൽ ബാലറ്റുമായി പോയവർ വിളിച്ചിട്ടുണ്ട്. അവർ പറയുന്നു ഇവർ സ്വീകരിക്കുന്നില്ല, കളക്ട്രേറ്റിൽ പോകണമെന്ന് പറയുന്നു. കളക്ട്രേറ്റിൽ പറയുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇതിങ്ങനെ ആർക്കും ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയാൽ ഇന്ത്യയിൽ എത്ര മനോഹരമായി നടന്നുകൊണ്ടിരുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിനെ ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സിൽ എത്തിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഓക്കെ ചാണ്ടി, അപ്പം ആ കോൺഫിഡൻസിൽ തന്നെയാണ് സർക്കാർ, UDFന്റെ സർക്കാർ അധികാരത്തിൽ വരുമെന്നൊരു കോൺഫിഡൻസ് ആണോ പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്നത്? 100% UDF ജയിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്, ജയിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു ചാണ്ടി ഉമ്മൻ. അപ്പോൾ നമുക്ക് 4-ാം തീയതി കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്നിരിക്കണം നേരിട്ട്. അപ്പോൾ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചാണ്ടി ഉമ്മൻ. തീർച്ചയായിട്ടും ഇരിക്കാനും ഇനിയിപ്പോൾ ഇലക്ഷൻ കുറേ ആരും എല്ലാ ആശംസകളും. ഒത്തിരി ഓടി നടന്നു. താങ്ക് യു. ഒത്തിരി ഓടി നടന്നു. അതെ, ഒത്തിരി സൈക്കിൾ മാത്രം കൂടുതൽ ചവിട്ടിയില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. ഇനി എന്നാ സൈക്കിൾ ചവിട്ടാൻ വരുന്നെന്ന് പറയണം. നമുക്കൊരു ദിവസം പുതുപ്പള്ളിയിലൂടെ നല്ല സൈക്കിളൊക്കെ ചവിട്ടി നമ്മുടെ അവിടെ കാറ്റൊക്കെ കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ പുതുപ്പള്ളിയിലെടുത്ത് ചായയൊക്കെ കുടിക്കുന്ന ഒരു സ്ഥലം, നമുക്ക് അവിടെ വൈകുന്നേരം ഒന്ന് പോയിരിക്കും. ആ 4 മണിക്കാറ്റ്. അതെ, പാറക്കടവ് 4 മണിക്കാറ്റ് പുതുപ്പള്ളിയിൽ. 4 മണിക്കാറ്റ്. 4 മണിക്കാറ്റുണ്ട്, പാറക്കടവിലുണ്ട്, ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പുതുപ്പള്ളി ഒത്തിരി ബ്യൂട്ടിഫുൾ പ്ലേസസ് ഉണ്ട്. ഇപ്പൊ ഞാൻ നന്ദി പറയാൻ സൈക്കിളിലാണ് പോകുന്നത്, വേണമെങ്കിൽ എന്റെ കൂടെ വരാം. തീർച്ചയായിട്ടും ഒന്ന് വെയിലൊന്ന് താന്നോട്ടെ. താങ്ക് യു. അപ്പോൾ വെയിലൊന്നും ഇപ്പൊ ചാണ്ടി ഉമ്മന് പ്രശ്നമല്ലാതായി. താങ്ക് യു ചാണ്ടി ഉമ്മൻ, ഓൾ ദി ബെസ്റ്റ്. ഒരു കാര്യത്തിൽ ഞാൻ ചാണ്ടി ഉമ്മൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ചാണ്ടി ആ തീരുമാനം ധൈര്യമായിട്ട് എടുത്തതിൽ പോസ്റ്റോ ഫ്ലെക്സോ അതൊന്നുമല്ല കാര്യം എന്ന് പറഞ്ഞല്ലോ, അതൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയ തലമുറയിൽ വരുന്ന നേതാക്കളെ സംബന്ധിച്ചും അതൊക്കെ മാതൃകയാക്കാവുന്നതാണ്. ഈ പോസ്റ്റർ യുദ്ധത്തിലും ഫ്ലെക്സ് യുദ്ധത്തിലും ഒന്നും കാര്യമില്ല. നിങ്ങളുടെ ഫ്ലെക്സിൽ ഇരുന്നൊരു വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും അടിസ്ഥാനമായിട്ട് ജനങ്ങളുമായിട്ടുള്ള കണക്ടിവിറ്റിയാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. ആ കണക്ടിവിറ്റിയിൽ ഉഷാറുണ്ടെങ്കിൽ, അതിൽ ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ചാണ്ടി ഉമ്മനെ പോലെ സ്വന്തം മണ്ഡലത്തിലും ഒക്കെ കറങ്ങാം, അടുത്ത മണ്ഡലത്തിലും കറങ്ങാം, തെരഞ്ഞെടുപ്പ് ഒരു ഉത്സവമാക്കി മാറ്റാം. ഞാൻ കണ്ട സമയത്തൊന്നും ചാണ്ടി ഉമ്മന് ഒരു ടെൻഷനും ഇല്ല കേട്ടോ. വടയൊക്കെ തിന്നാൻ വന്നിട്ട് കൂളായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സൈക്കിളൊക്കെ ചവിട്ടി പോകുന്ന കക്ഷിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ കൂളായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടവരും നമ്മുടെ ഇടയിലുണ്ട്.